എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ് നടനായ കമലഹാസനെ നായകനാക്കിക്കൊണ്ട് ശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ സിനിമയായിരുന്നു ഇന്ത്യൻ 2. 27 വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത ഇന്ത്യൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് റിലീസ് ചെയ്ത ഇന്ത്യൻ 2 എന്ന സിനിമ. ഇപ്പോൾ ഇതാ സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു നെഗറ്റീവ് റിവ്യൂസ് ആണ് പുറത്ത് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ശങ്കറിന്റെ കരിയറിലെ തന്നെ എടുത്തു പറയുന്ന ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു ഇന്ത്യൻ. ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിലും അതിനോടൊപ്പം തന്നെ തിയേറ്ററിലും പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമാകാൻ കാരണം ഏറെയാണ്. മറ്റൊന്നുമല്ല, ഇന്ത്യൻ എന്ന സിനിമ പോലെ ഈ ഒരു സിനിമ വളരെയധികം എൻഗേജിങ് ആയില്ല. മാത്രമല്ല, ഈ ഒരു സിനിമയിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പുറത്തു വരുന്ന റിവ്യൂകളൊക്കെ തന്നെ പറയുന്നത് കമലഹാസന്റെ മേക്കപ്പ് നല്ല രീതിയിൽ ഓവർ ആയിട്ടുണ്ടെന്നും മറ്റു താരങ്ങളുടെ അഭിനയം ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ്. സിനിമയുടെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് AR റഹ്മാനാണ്. എന്നാൽ ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് മ്യൂസിക് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അനിരുദ്ധാണ്. പക്ഷേ അനിരുദ്ധിന്റെ മ്യൂസിക് പോലും ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് തന്നെ ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവാണ്. സിനിമയുടെ ആകെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ AI ടെക്നിക്കിലൂടെ നടൻ നെടുമുടി വേണു, അതുപോലെ മനോബാല, വിവേക് എന്നീ താരങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല, ഈ ഒരു സിനിമ വൻ ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ ബഡ്ജറ്റിലെത്തിയ സിനിമ പക്ഷേ ബോക്സ് ഓഫീസിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇനി ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്നലെ ഇന്ത്യൻ 2 എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പ്രീ സെയിൽസിലൂടെ ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷനാണ് നേടിയത്. ഇനിയും തൊട്ട് ഈ ഒരു സിനിമയുടെ റിവ്യൂ വന്നതിന് ശേഷം ഇനി എന്താകുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി.